നമസ്കാരം. ഗോവിന്ദൻ്റെ തരികിടകളൊന്നും നടന്നില്ല. തനിക്ക് നീതി ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് CPM അംഗത്വം പുതുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുകൂടി ഇപ്പോൾ ദേവികുളത്തിൻ്റെ മുൻ MLA ആയിട്ടുള്ള S. രാജേന്ദ്രൻ പറയുകയാണ്. CPM നേതാക്കളെത്തി പാർട്ടിയിലേക്കൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ മെമ്പർഷിപ്പ് പുതുക്കുവാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അതിന് ആഗ്രഹിക്കുന്നില്ല എന്നും പാർട്ടിയിലേക്ക് തിരിച്ചുപോയാൽ സംരക്ഷണം കിട്ടുമെന്ന് കരുതുന്നില്ല എന്നും ഒരു ഉറപ്പുമില്ല എന്നാണ് രാജേന്ദ്രൻ പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിട്ട് A. രാജയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ S. രാജേന്ദ്രൻ ശ്രമിച്ചു എന്നുള്ള ഒരു പരാതിയെ തുടർന്നാണ് രാജേന്ദ്രനെ CPM തന്നെ പുറത്താക്കിയത്. കഴിഞ്ഞ വർഷം ജനുവരിയിൽ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞു. ആ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞിട്ട് പോലും പാർട്ടി അംഗത്വം പുതുക്കി നൽകിയില്ല എന്നുള്ളതാണ് വസ്തുത. അതേസമയം S. രാജേന്ദ്രനെ BJPയിലേക്ക് എത്തിക്കുവാൻ ദേശീയ നേതൃത്വം ഉൾപ്പെടെയുള്ള ഇടപെടൽ വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ഇക്കാര്യം വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു. അതായത് ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുക എന്ന് പറയപ്പെടുന്നത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അത് അവസാനിപ്പിക്കില്ല, സജീവമായിട്ട് തന്നെ രംഗത്തുണ്ടാകുമെന്ന് S. രാജേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. 2006, 2011, 2016 തിരഞ്ഞെടുപ്പുകളിലാണ് രാജേന്ദ്രൻ ദേവികുളത്ത് നിന്ന് CPMൻ്റെ ടിക്കറ്റിൽ വിജയിച്ച് കയറിയത്. പക്ഷേ 2021 തിരഞ്ഞെടുപ്പിൽ രാജേന്ദ്രനെ മാറ്റി A. രാജയെ CPM മത്സരിപ്പിച്ചു. ആ A. രാജ മത്സരത്തോടുകൂടി ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാത്തതിനാൽ രാജേന്ദ്രൻ അതൃപ്തനായിരുന്നു. രാജേന്ദ്രൻ്റെ ആ അതൃപ്തി പക്ഷേ CPM കണ്ടതേയില്ല, കണ്ടിട്ടും കണ്ടതായി ഭാവിച്ചതേയില്ല. ആ രാജയെ തോൽപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ S. രാജേന്ദ്രൻ നടത്തിയെന്നാണ് CPMൻ്റെ കണ്ടെത്തലെന്ന് പറയപ്പെടുന്നത്. അതിന് ചുക്കാൻ പിടിക്കാൻ MM മണി എന്നുള്ള ഇടുക്കിയുടെ നേതാവും കൂട്ടിനുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുത. പക്ഷേ രാജേന്ദ്രനെ അവിടെ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഇടുക്കിയിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് വസ്തുത. സംരക്ഷണം ഉറപ്പാക്കി കൊടുക്കുവാൻ കഴിയാത്ത തരത്തിലേക്ക് ഭീതിതമായ ഒരവസ്ഥയിലാണ് രാജേന്ദ്രൻ ഇപ്പോൾ താമസിക്കുന്നത്. അതിനു പിന്നിൽ MM മണിയും മണിയുടെ കൂട്ടാളികളൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് രാജേന്ദ്രൻ പറയുന്നത്. രാജേന്ദ്രന് നീതി ലഭിക്കണമെന്നും രാജേന്ദ്രന് സംരക്ഷണം നൽകണമെന്നും ഒക്കെ അവകാശപ്പെടുന്നതും ആവശ്യപ്പെടുന്നതുമൊക്കെ ഈ MM മണിയിൽ നിന്നും ആ CPMൻ്റെ ഗുണ്ടകളിൽ നിന്നും എന്നാണ് രാജേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. രാജേന്ദ്രന് കൃത്യമായി പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് വലിയ ചരടുവലികൾ MM മണിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നും CPM എന്ന് പറയുന്ന പ്രസ്ഥാനവും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അണികളായവരും ചില ഗുണ്ടകളുമൊക്കെ രാജേന്ദ്രനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പലതരത്തിലുള്ള ആക്രമണ പദ്ധതികൾ, അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതായും നമുക്കറിയാൻ കഴിയുന്നു. CPMൻ്റെ മെമ്പർഷിപ്പ് പുതുക്കി വീണ്ടും S. രാജേന്ദ്രൻ ആ പാർട്ടിയിലേക്ക് മടങ്ങി വന്നാൽ കൂടിയും പക്ഷേ അണികളോ MM മണിയോ അല്ലെങ്കിൽ ഈ അണികളെന്ന് പറയപ്പെടുന്നവരിലെ CPM ഗുണ്ടകളോ ഇദ്ദേഹത്തിന് സംരക്ഷണ കവചമൊരുക്കി കൊടുക്കുമോ? ഒരിക്കലുമില്ല. രാജേന്ദ്രന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാജേന്ദ്രനെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രണങ്ങൾ ചെയ്യുന്ന MM മണിയും MM മണിയുടെ കൂടെയുള്ള CPM ഗുണ്ടകളും അടക്കമുള്ളവർ അടങ്ങിയിരിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മടങ്ങിപ്പോകാൻ മടിക്കുകയാണ് S. രാജേന്ദ്രൻ CPMലേക്ക്. BJPയിലേക്ക് ചെല്ലുക, BJPയുടെ മെമ്പറാവുക, BJPയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തൻ്റെ ജീവൻ സംരക്ഷിക്കുക എന്നത് മാത്രമാണ് S. രാജേന്ദ്രന് ഇപ്പോൾ മുമ്പിലുള്ള വെല്ലുവിളി എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹം അതുകൊണ്ട് തന്നെ BJPയിലേക്ക് എത്തുകയും തൻ്റെ ജീവൻ നിലനിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുമെന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഗോവിന്ദൻ്റെ തറവേലകളൊന്നും ഫലിച്ചില്ല എന്നും അവസാനം S. രാജേന്ദ്രൻ CPMൻ്റെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ MLA ആയിരുന്ന, നിറസാന്നിധ്യമായിരുന്ന, ഇടുക്കിയുടെ മുഖമായിരുന്ന S. രാജേന്ദ്രനാണ് BJPയിലേക്ക് പോകാൻ നിൽക്കുന്നത്. BJPയുടെ മുഖമായി മാറുവാൻ S. രാജേന്ദ്രൻ എത്തുന്നു. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല, ഇതാ കമ്മ്യൂണിസ്റ്റിൽ നിന്നും CPMൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നുമൊക്കെ ഇങ്ങനെ MLA മാരും MP മാരുമൊക്കെ BJPയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ ഇപ്പോൾ പോകാൻ പോകുന്നത് S. രാജേന്ദ്രനാണ്. ഉറപ്പിച്ചിരിക്കുന്നു BJPയിലേക്ക് രാജേന്ദ്രൻ എത്തുകയാണ്.